നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജനുവരി മാസത്തെ അവസാനത്തെ IPOയുടെ വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. BLS ഇ സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വിശേഷമാണിത്. ഈ കമ്പനി ജനുവരി 30 മുതൽ ഫെബ്രുവരി 1 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 310.9 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. മുഴുവനായിട്ടും ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് കമ്പനി റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ BLS ഇൻ്റർനാഷണൽ സർവീസസ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ ഇൻ്റർനാഷണൽ കമ്പനിയുടെ സബ്സിഡിയറിയാണ് ഈ BLS ഇ സർവീസസ് ലിമിറ്റഡ് എന്നുള്ളത്. അതിൻ്റെ പാരൻറ്റ് കമ്പനി വിസയുടെയും പാസ്പോർട്ടിൻ്റെയും എല്ലാം പ്രോസസ്സിങ്, അതുകൂടാതെ മറ്റ് സിറ്റിസൺ സേവനങ്ങൾ സർക്കാരുകൾക്ക്, അതായത് പ്രൊവിൻഷ്യൽ സർക്കാരുകൾക്കും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും എല്ലാം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണിത്. അപ്പോൾ ഈ കമ്പനിയുടെ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും ഇതിൻ്റെ IPOയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. BLS ഇ സർവീസസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി പ്രധാനമായിട്ടും അതൊരു ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സർവീസസ് പ്രൊവൈഡർ കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ബിസിനസ് കറസ്പോണ്ടൻറ്റ് സർവീസസ് ടു മേജർ ബാങ്ക്സ്, അതായത് മേജർ ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ, അതായത് ഗ്രാമപ്രദേശങ്ങളിലും മറ്റും ഒരു കമ്മീഷൻ വാങ്ങിക്കൊണ്ട് ഇവരുടെ സേവനങ്ങൾ നൽകുക, ലേസൺ വർക്ക് ചെയ്യുക, അക്കൗണ്ട് ഓപ്പണിങ്, പിന്നെ ലോൺ കൊടുക്കൽ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം ബാങ്കിന് വേണ്ടിയിട്ട് ചെയ്യുക. അതിന് പകരം കമ്പനിക്ക് ബാങ്കുകൾ ഒരു കമ്മീഷൻ നൽകും. അതുകൂടാതെ അസിസ്റ്റഡ് ഇ സർവീസസ്, അതായത് ഡിജിറ്റൽ സേവനങ്ങളും മറ്റു സേവനങ്ങളും നൽകുക. അതുപോലെ തന്നെ ഇ ഗവർണൻസ് സർവീസസ് ടു ഗ്രാസ് റൂട്ട് ലെവൽ, അതായത് വളരെ താഴ്ന്ന തലങ്ങളിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇ ഗവർണൻസ് സർവീസസ്. ഇ ഗവർണൻസ് സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജി ലോക്കർ, അല്ലെങ്കിൽ മൊബൈൽ സേവ, പിന്നെ MyGov.in, അങ്ങനെയൊക്കെയുള്ള സർവീസസ് ഉണ്ടല്ലോ, ഡിജിറ്റൽ ഇന്ത്യയുടെ അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ നൽകുക. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് കമ്പനി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ അവശ്യ സർവീസ് സേവനങ്ങളുണ്ടല്ലോ, അതായത് സോഷ്യൽ വെൽഫെയർ സ്കീം, ഹെൽത്ത് കെയർ, ഫിനാൻഷ്യൽ, എഡ്യൂക്കേഷണൽ, അഗ്രികൾച്ചറൽ, പിന്നെ ബാങ്കിങ് സർവീസസ്, ഇതെല്ലാം ഗവൺമെൻറ്റിന് വേണ്ടി ജനങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു പ്രവർത്തനം ആണ് ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ ഗവൺമെൻറ് സേവനങ്ങൾ വളരെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക്, ഗ്രാമീണ പ്രദേശങ്ങളിലേക്കെല്ലാം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർമീഡിയറി ആയിട്ടും കമ്പനി പ്രവർത്തിക്കുകയാണ്. BLS ഇ സർവീസസ് എന്നുള്ള ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് 92,427 ടച്ച് പോയിൻറ്റ്സ് ആണ് ഇന്ത്യയിലാകെ ഉള്ളത്, അതായത് അവരുടെ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ. അതുപോലെ തന്നെ 402 BLS സ്റ്റോറുകളും അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സ്റ്റോറുകളുമുണ്ട്. പിന്നെ എംപ്ലോയീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3071 ഇൻഡിവിജ്വൽസാണ് അവരുടെ പേറോളിലുള്ളത്. അത് കൂടാതെ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം 2413 എംപ്ലോയീസും ഉണ്ട്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, BLS ഇൻ്റർനാഷണൽ സർവീസസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ സബ്സിഡിയറി ആണല്ലോ. അപ്പോൾ അവരാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ്. അതായത് ഇഷ്യൂവിന് മുമ്പ് 93.8% ഓഹരികളും ആ കമ്പനിയുടെ പേരിൽ തന്നെയാണ്. വെറും 6% അടുത്ത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ. ഇനി ELS ഇ സർവീസിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ 2021 മുതൽ 2023 വരെയുള്ള കണക്കുകളാണ് മുഴുവനായിട്ട് ഇവിടെ ഉള്ളത്. അത് കൂടാതെ ഹാഫ് ഇയർലി 2024 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റവന്യൂ നോക്കി 2021 64.49 കോടിയാണ്, 2022 98.4 കോടിയും, 2023 ആയപ്പോഴത്തേക്ക് 246.29 കോടിയാണ് റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത്. ഹാഫ് ഇയർലി നോക്കുകയാണെങ്കിൽ 158.05 കോടിയും ഉണ്ട്. ഇനി നെറ്റ് ഇൻകം നോക്കുക, അറ്റാദായം നോക്കുകയാണെങ്കിൽ 3.15 കോടി രൂപയാണ് 2021. 2022 ആയപ്പോഴത്തേക്ക് 5.38 കോടി രൂപയുണ്ട്. ഇനി 2023 അത് വർദ്ധിച്ച് 20.33 കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ റവന്യൂവിൻ്റെ കാര്യത്തിൽ 2022 നിന്ന് 2023 150.31% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അറ്റാദായം നോക്കുകയാണെങ്കിൽ 277.94% വർധനവാണ് അറ്റാദായത്തിൽ 2022 2023 തമ്മിൽ വന്നിരിക്കുന്നത്. അതായത് 5.38 കോടിയായിരുന്നത് 20.33 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകൾ കാണിക്കുന്നത് വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ്. 2.3 കോടിയോളം ഓഹരികളുടെ വിൽപ്പന വഴി, അതായത് പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി 310.9 കോടി രൂപയാണ് കമ്പനി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും കമ്പനി ഫണ്ട് വിനിയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി അവരുടെ പുതിയ കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിനെല്ലാം വേണ്ടിയിട്ട്. പിന്നെ ഓർഗാനിക്കായിട്ടും ഇനോർഗാനിക്കായിട്ടും കമ്പനി വളരാൻ വേണ്ടിയിട്ടാണ്. കമ്പനിയുടെ തന്നെ സെയിൽസും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, കമ്പനിയുടെ ഇൻറ്റേർണലായിട്ടുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുക, കൂടുതൽ BLS സ്റ്റോറുകൾ തുറക്കുക എന്നിങ്ങനെയുള്ള ഉദ്ദേശങ്ങളോടൊപ്പം തന്നെ കൂടുതൽ ഏറ്റെടുക്കലുകളും അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റും കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. അത് കൂടാതെ ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കുമെന്ന് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പിയർ കമ്പനി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഇ-മുദ്ര എന്നുള്ളൊരു കമ്പനിയാണ് ഇവരുടെ പിയർ കമ്പനിയായിട്ട് കാണുന്നത്. ഇപ്പോൾ ഈ രണ്ട് BLS സർവീസസിൻ്റെയും ഇ-മുദ്രയുടെയും വാല്യുവേഷൻസാണ്, ഏറ്റവും പുതിയ വാല്യുവേഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ BLS സർവീസസിൻ്റെ P/E റേഷ്യോ 44.7, അതുപോലെ EPS 3.02 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇ-മുദ്രയുടെ ആണെങ്കിൽ 500.6, 8.01 എന്നാണ് EPSും കാണുന്നത്. ഇനി ഇതിൻ്റെ ലീഡ് മാനേജർ നോക്കുകയാണെങ്കിൽ യൂണിസ്റ്റോൺ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരേ ഒരു ലീഡ് മാനേജറാണ് ഈ കമ്പനിയുടെ ഇഷ്യൂ മാനേജ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ രജിസ്ട്രാർ KFin ടെക്നോളജീസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുമാണ്. ഇനി BLS സർവീസസിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ജനുവരി 30 മുതൽ ഫെബ്രുവരി 1 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രൈസ് ബാൻഡ് നോക്കുകയാണെങ്കിൽ 129 രൂപ മുതൽ 135 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ പേരൻറ്റ് കമ്പനിയായിട്ടുള്ള BLS ഇൻ്റർനാഷണൽ എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് 23.03 ലക്ഷം ഓഹരികൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അവർക്ക് 7 രൂപയുടെ ഒരു ഡിസ്കൗണ്ടും പെർ ഷെയർ കമ്പനി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയുകയാണ്. കാരണം അതിലെ ഷെയർ ഹോൾഡേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിത് അറിഞ്ഞിരിക്കണം, മറ്റുള്ളവർക്കൊന്നുമില്ല. ഇനി ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി 310.9 കോടി രൂപയാണ് കമ്പനി സ്വരൂപിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇഷ്യൂ സൈസ് അതാണ്. ലോട്ട് സൈസ് പറയുകയാണെങ്കിൽ റീറ്റെയിലേഴ്സിന് ഒരു ലോട്ട് അല്ലെങ്കിൽ മിനിമം ലോട്ട് എന്ന് പറയുന്നത് 108 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി HNIs ആണെങ്കിൽ 68 ലോട്ട് വരെ അവർക്കും അപ്ലൈ ചെയ്യാം. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. ഇനി മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, റീറ്റെയിലേഴ്സിന് 10% അലോട്ട്മെൻ്റ് ഉള്ളൂ എന്നുള്ളതാണ്. HNIsന് 15%, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 75% അലോട്ട്മെൻറ്റ് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് സാധാരണ നിലയിൽ ഇനിയിപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 2 എന്നാണ് കേൾക്കുന്നത്. BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ്. ലിസ്റ്റിംഗ് വരുന്നത് ഫെബ്രുവരി 6 ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരിയാണ്. ഡിജിറ്റൽ രംഗത്ത് ഇനിയുള്ള കാലം ഡിജിറ്റൽ ഒരു സേവനങ്ങളുടെ കാലമാണല്ലോ. അപ്പോൾ ഡിജിറ്റൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ കമ്പനിക്ക് നല്ല ഭാവിയുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ വലിയൊരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ 100% സബ്സിഡിയറി എന്ന് പറയാം. 93% അവരുടെയാണല്ലോ ഓഹരികൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പനി കൂടിയാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു മിഡ് ടൈം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു കമ്പനി തന്നെയാണ് ഇത്. BLS സർവീസസ് ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു IPO വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ നന്ദി, നമസ്കാരം, ബായ്.